ഫിൻജാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും 13 പേർ മരിച്ചു. വിഴുപ്പുറത്ത് ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. കനത്ത മഴയിൽ കൃഷ്ണഗിരി ഊത്തങ്കരയിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മുങ്ങി. തിരുവണ്ണാമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുതുച്ചേരിയിൽ മഴക്കെടുതിയിൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബത്തിനും 5000 രൂപ വെച്ച് നൽകാനാണ് തീരുമാനം. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, നേരത്തെ കാലാവസ്ഥാ പ്രവചനം പോലെ തന്നെ ഈ ചുഴലിക്കാറ്റ് ഒഴിഞ്ഞു പോയാലും മഴയും മഴക്കെടുതിയും തുടരുമെന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. അത് ചെന്നൈയിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും മറ്റ് ജില്ലകളിൽ കാര്യമായ നാശനഷ്ടമുണ്ട്, മഴക്കെടുതികളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോകുൽ, ഇപ്പോൾ ഏറ്റവും അധികം മഴക്കെടുതി അല്ലെങ്കിൽ മഴക്കെടുതി ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു രൂക്ഷഭാവം മാറാത്തത് ഈ പറയുന്ന തിരുവണ്ണാമലയിലാണ്. തിരുവണ്ണാമലയിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എത്രയധികം ഭീകരത ആ ഒരു സമയത്ത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ അണ്ണാമലയാറിൻ്റെ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളാണ് ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയത്. അതിനുശേഷമാണിപ്പോൾ ഒരു കുടുംബത്തിലെ 7 പേരാണ് ഈ തിരുവണ്ണാമലയിൽ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നത്. അവിടെയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏതാണ്ട് 24 മണിക്കൂറായി ഈ കുടുംബത്തിലെ 7 പേർ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന സംശയമുണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴും അവിടെ നിന്നും ഇവരുടെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് മതിയായ ഒരു വേഗം ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. ഈ ഇടുങ്ങിയ വഴിയിൽ ഒരു നഗർ പോലെ ആളുകൾ കൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് മണ്ണിടിച്ചിലുണ്ടാകുന്നു. ആ ദൃശ്യത്തിലുണ്ട് ഒരാൾ സാഹസികമായി ഏതാണ്ട് ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലൊക്കെ രക്ഷപ്പെട്ടു മാറുന്ന ദൃശ്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു അപകടമാണ് തിരുവണ്ണാമലയിൽ ഇന്നലെ ഉണ്ടായത്. 7 പേരാണ് ഇപ്പോൾ ഈ വീടിന് അടിയിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്. NDRFിൻ്റെയും SDRFിൻ്റെയും പോലീസിൻ്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഒക്കെ സംഘങ്ങൾ അവിടെ എത്തി രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ അവിടെ ഇത്രയും വലിയ മണ്ണ് നീക്കി അവരെ പുറത്തെടുക്കുക എന്ന് പറയുന്നത്, അവരതിനകത്തുണ്ട് എങ്കിൽ അവരെ പുറത്തെടുക്കുക എന്നുള്ളത് ഇപ്പോഴും സാധ്യമായിട്ടില്ല. 24 മണിക്കൂർ കഴിയുന്നു. ആ ആളുകൾ അവിടെ ഉണ്ട് എങ്കിൽ പരമ കഷ്ടമാണത്. ഇത്രയും സമയം കഴിഞ്ഞിട്ടും അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പുതുച്ചേരിയിലും വിഴുപ്പുറത്തുമാണ് മറ്റ് പ്രശ്നങ്ങളുള്ളത്. ഈ വിഴുപ്പുറത്ത് ട്രാക്കുകളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളും മുങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ 10 ട്രെയിനുകൾ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പുതുച്ചേരിയിലുണ്ടായ നാശനഷ്ടം, അവിടെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ഇപ്പോഴും വൈദ്യുതിയില്ല. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി കന്നുകാലികൾ ചത്തിട്ടുണ്ട്. പുതുച്ചേരിയിലെ എല്ലാ ഭാഗത്തെയും ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ സർക്കാർ അവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. റേഷൻ കാർഡുള്ള ഓരോ കുടുംബത്തിനും 5000 രൂപ, ഒപ്പം തന്നെ കൃഷിനാശത്തിന് 1 ഹെക്ടറിന് 30,000 രൂപ ധനസഹായം, ഒപ്പം തന്നെ വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ 20,000 രൂപ, പശുവിനെ നഷ്ടപ്പെട്ടവർക്ക് 40,000 രൂപ, അങ്ങനെയൊക്കെയും ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയും ഇപ്പോഴും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനജീവിതം പഴയപടിയാകാനായി എങ്ങനെ പോയാലും പുതുച്ചേരി ഈ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടി തമിഴ്നാട് സർക്കാർ തേടുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് MK സ്റ്റാലിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പം ഈ കൃഷ്ണഗിരി ജില്ലയിലെയൊക്കെ മഴ, അത് വയനാട്ടിൽ അല്ലെങ്കിൽ മലപ്പുറത്തുമൊക്കെ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർത്തുന്നുണ്ട്. ഗോകുൽ, ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഏതാണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ പോലെ അതേ റൂട്ട് മാപ്പിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫിൻജാൽ ചുഴലിക്കാറ്റ് കടന്നുപോയി അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമായും ഇതിൽ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ചുഴലിക്കാറ്റിൻ്റെ വേഗത, അല്ലെങ്കിൽ ഇത് വിഴുപ്പുറത്തേക്കൊക്കെ എത്തിയപ്പോൾ ഇതിൻ്റെ വേഗം വളരെ കുറഞ്ഞു. ഇത് കുറേ നേരം അവിടെ ഹോൾഡ് ചെയ്തു. അങ്ങനെ രൂപപ്പെട്ട കാർമേഘം, മഴമേഘമൊക്കെയാണ് ഇത്തരത്തിൽ മഴ അധികമാക്കിയത് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അത് കൃത്യമാണ്. കാരണം ആദ്യം മുതൽ തന്നെ വേഗം കുറവായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പല ഭാഗങ്ങൾ, ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ മഴ പൂർണ്ണമായും ഒഴിഞ്ഞു പോകും, ഇന്ന് കേരളത്തിൽ കൂടുതൽ മഴയുണ്ടാകും എന്നുള്ള തരത്തിൽ, ഇന്നലെ രാത്രി മുതൽ തന്നെ കേരളത്തിൽ കൂടുതൽ മഴയുണ്ടാകും, തമിഴ്നാട്ടിൽ നിന്ന് മഴ പൂർണ്ണമായും ഒഴിവാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനൊരല്പം കൂടി മഴ ഈ വിഴുപ്പുറത്തും ഒപ്പം തന്നെ കടലൂരിൻ്റെ ഒരു ഭാഗത്തും പുതുച്ചേരിയിലും തിരുവണ്ണാമലയിലും ഒക്കെ പെയ്തിട്ടുണ്ട്. കൃഷ്ണഗിരിയിൽ മഴ പെയ്യുന്നുണ്ട്. കൃഷ്ണഗിരിയിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ
മൂടപ്പെടുന്ന സമീപത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെയും ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റടിച്ച് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ഈ മഴ പെയ്തത് മൂലമുണ്ടായ ദുരിതങ്ങൾ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും കൃത്യമായി തമിഴ്നാട്ടിലെ പല ജില്ലകളിലുമുണ്ട്. വിഴുപ്പുറത്തൊക്കെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെ തിരിച്ചയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മഴ അതിൻ്റെ സംഹാര താണ്ഡവം ആടിയിട്ടുണ്ട്. ഈ വിഴുപ്പുറത്തും കടലൂരിൻ്റെ ഒരു ഭാഗത്തും കൃഷ്ണഗിരിയിലും പുതുച്ചേരിയിലുമൊക്കെ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും തിരുവണ്ണാമലയിലാണ് കണ്ണുവെക്കേണ്ടത്. 7 ജീവനുകൾ മണ്ണിനടിയിലുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ അവിടെ ഉണ്ടാകരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അവർ ഏതെങ്കിലും ഒരു സുരക്ഷാ കേന്ദ്രത്തിൽ പോയി അവരുടെ മൊബൈൽ ഫോണുകളൊക്കെ ഓഫായി പോയതാകാമെന്ന് പ്രത്യാശിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ അവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ 7 പേരുടെ തീർച്ചയായും ഏതായാലും തമിഴ്നാട്ടിൽ ഫിൻജാൽ ചുഴലിക്കാറ്റ് ഒഴിഞ്ഞു പോയിട്ടും ദുരിത പെയ്ത്തിന്റെ ബാക്കി അനുഭവിക്കുകയാണ് തമിഴ്നാടൻ ജനത. തിരുവണ്ണാമലയിൽ മണ്ണിടിഞ്ഞ് 7 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് നിഗമനം. പക്ഷേ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന പ്രതീക്ഷയും വെക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ അടക്കം, പ്രത്യേകിച്ച് മലപ്പുറത്തെ അടക്കം പുഴകളിൽ, ഈ കൃഷ്ണഗിരി അടക്കമുള്ള ജില്ലകളിൽ പെയ്യുന്ന അതിശക്തമായ മഴയുടെ ബാക്കിയായി വലിയ കുത്തൊഴുക്ക് രൂപപ്പെടുന്നുണ്ട്.